നമസ്കാരം, എല്ലാവർക്കും PSC ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 4 ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെറിയ ചാപ്റ്ററാണ്, എന്നാലും നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. കാരണം അതിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് നമ്മളത് പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. അപ്പം നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ സോഷ്യൽ സയൻസ് ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ, അതായത് 10ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും അതുപോലെ 5ാം ക്ലാസ്സിലെയും അതുപോലെ 6ാം ക്ലാസ്സിലെ ഇതിന് മുമ്പത്തെ ചാപ്റ്റേഴ്സും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്യുക. അതുപോലെ ബേസിക് സയൻസിൻ്റെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് സാധനങ്ങൾ എന്താണ്, അഥവാ ഗുഡ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളെയാണ് സാധനങ്ങൾ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിക്കാം, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും അതുപോലെ കാണാനും സ്പർശിക്കാനും സാധിക്കുന്ന വസ്തുക്കൾക്ക് എന്താണ് പറയുന്നതെന്ന് ചോദിക്കാം. അതിനാണ് സാധനങ്ങൾ അഥവാ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി സേവനങ്ങളുടെ പ്രത്യേകത എന്താണ്? അതായത് സേവനങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും കാണാനോ സ്പർശിക്കുവാനോ കഴിയാൻ പറ്റാത്തവയാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അധ്യാപനം ഒരു സേവനമാണ്. അതുപോലെ ബാങ്ക് ഉദ്യോഗസ്ഥർ, അതുപോലെ ഡോക്ടർമാർ തുടങ്ങിയവരിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്നതൊക്കെ എന്താണ്? സേവനങ്ങളാണ്. ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് സാധനങ്ങളും സേവനങ്ങളും എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സാധനങ്ങൾ? അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും നമുക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളെയാണ് എന്ത് പറയുന്നത്? സാധനങ്ങൾ അഥവാ ഗുഡ്സ് എന്ന് പറയുന്നത്. എന്താണ് സേവനങ്ങൾ? അതായത് നമുക്ക് കാണാനോ അല്ലെങ്കിൽ സ്പർശിക്കാനോ പറ്റാത്ത ഒരു അനുഭവത്തെയാണ് എന്ത് പറയുന്നത്? ഈ സേവനങ്ങൾ എന്ന് പറയുന്നത്. അത് നമുക്ക് അനുഭവിച്ചറിയാനേ പറ്റത്തുള്ളൂ. അതിന് എക്സാമ്പിളാണ് അധ്യാപനം, അതുപോലെ ബാങ്ക് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന സേവനങ്ങൾ, ഡോക്ടർമാർ നൽകുന്ന സേവനങ്ങൾ, അതൊക്കെ സേവനങ്ങൾക്കൊരു ഉദാഹരണമാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഉൽപാദനം അഥവാ പ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഉൽപാദനം എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് ലഭിക്കുന്ന എന്താണ്? ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും അതുപോലെ സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് എന്ത് പറയുന്നു? ഉൽപാദനം അഥവാ പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. അതിൻ്റെ റിസൾട്ടാണ്, അതായത് ഉൽപാദനത്തിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റ്. ഓർത്ത് വയ്ക്കുക, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഉൽപാദനം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന ഫലമായിട്ട് ലഭിക്കുന്ന എന്താണോ അതാണ് ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റ്. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നെല്ല് ഉൽപ്പന്നം, നെല്ലെന്ന് പറയുന്ന ഉൽപ്പന്നം രൂപപ്പെടുന്ന വിവിധ ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം നിലമൊരുക്കുന്നു, വിത്ത് വിതയ്ക്കൽ അല്ലെങ്കിൽ ഞാറ് നടുന്നു, അതുപോലെ കള പറിക്കൽ, വളം വിതറൽ, അങ്ങനെ കുറേ സ്റ്റെപ്പുകളുണ്ട്. അതായത് പിന്നെ കൊയ്ത്ത്, കറ്റ മെതിക്കൽ, അതുപോലെ നെല്ല് ശേഖരിക്കൽ, അങ്ങനെ പല സ്റ്റെപ്പുകൾ ചേർന്നിട്ടാണ് ഈ പറയുന്ന നെല്ല് ഉൽപ്പാദനം നടക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് നോക്കാം. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഒന്ന് കേട്ട് വെച്ചാൽ മതി. ഇവിടെ നെല്ല് ഉൽപ്പാദനം എന്ന പ്രക്രിയയിൽ ഏതൊക്കെ ഘടകങ്ങളുടെ പങ്കാളിത്തം ഉണ്ടെന്ന് നോക്കാം. അതായത് ഉൽപ്പാദനത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നെല്ല് ഉൽപ്പാദനത്തിലെ ഘടകങ്ങളാണ് പറയുന്നത്. തൊഴിലാളികളുണ്ട്, അതുപോലെ പ്രകൃതി വിഭവങ്ങൾ, അതായത് ഭൂമി, ജലം, അങ്ങനെ പ്രകൃതി വിഭവങ്ങളുണ്ട്. അതുപോലെ മനുഷ്യനിർമ്മിത വസ്തുക്കളുണ്ട്, വളം, വിത്ത്, യന്ത്രങ്ങൾ, അതൊക്കെ ഇവിടെ ഘടകങ്ങളാണ്. ഏതൊക്കെയാണ്? നെല്ല് ഉൽപ്പാദനത്തിൻ്റെ കേസ് പറഞ്ഞ് ആ ഒരു ഉൽപ്പാദനത്തിലുള്ള ഘടകങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് തൊഴിലാളികളുണ്ട്, പ്രകൃതി വിഭവങ്ങൾ എന്ന് വെച്ചാൽ ഭൂമി, ജലം, ഇതൊക്കെ എക്സാമ്പിളാണ്. അതുപോലെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ, അതായത് വളങ്ങൾ, വിത്ത്, യന്ത്രങ്ങൾ, ഇതൊക്കെ ഈ പറയുന്ന നെല്ല് ഉൽപ്പാദനത്തിലെ ഘടകങ്ങളാണ്. ഇനി നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് മാത്രമേ അതായത് ഉൽപ്പാദനം നടക്കുകയുള്ളൂ എന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളാണ് ഉൽപ്പാദന ഘടകങ്ങൾ. അത് പറയാൻ വേണ്ടിയാണ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള വിവിധ ഘടകങ്ങളെയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്? നോട്ട് ചെയ്ത് വയ്ക്കുക. ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെ എന്ത് പറയുന്നു? ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നു. ഇതൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് ഈ ഉൽപാദന ഘടകങ്ങൾക്ക് പറയുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ടതാണ് പറഞ്ഞിട്ടുള്ളത്.
ഭൂമി അഥവാ ലാൻഡ്, അതുപോലെ തൊഴിൽ അഥവാ ലേബർ, അതുപോലെ മൂലധനം അഥവാ ക്യാപിറ്റൽ, അതുപോലെ സംഘാടനം അഥവാ ഓർഗനൈസേഷൻ. നമുക്ക് എന്താ നോക്കാം, ഭൂമി എന്താന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ ഉൽപാദന ഘടകങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുന്നത്. നമ്മളോട് ചോദിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ഉൽപാദന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? ഇങ്ങനെ 3-4 പോയിന്റ്സ് ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് PSC ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് പഠിച്ചു വെക്കാം ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, അതുപോലെ തൊഴിൽ, അതുപോലെ മൂലധനം, അതുപോലെ സംഘാടനം. ഇനി എന്താണ് ഭൂമി അഥവാ ലാൻഡ് എന്ന് നോക്കാം. അതായത് ഉൽപാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ ഉൾപ്പെടും. അതായത് ഇവിടെ ഭൂമി എന്ന് ഉദ്ദേശിക്കുന്ന ഉൽപാദന ഘടകം എന്ന് വെച്ചാൽ വെറുതെ ഭൂമി അങ്ങനെയല്ല, അതായത് എല്ലാ പ്രകൃതി വിഭവങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഇവിടെ ഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഭൗമോപരിതലത്തിലെയും അതുപോലെ ഭൗമാന്തരീക്ഷത്തിലെയും അങ്ങനെ ഭൗമാന്തർഭാഗത്തിലെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കും. അതായത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഭവങ്ങളും, അതായത് പറഞ്ഞു ഭൗമോപരിതലത്തിലെയും അതുപോലെ ഭൗമാന്തരീക്ഷത്തിലെയും ഭൗമാന്തർഭാഗത്തിലെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായ ഈ ഭൂമി എന്ന് പറയുന്നതിൽ പരിഗണിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമി എന്ന് വെച്ചാൽ ജസ്റ്റ് ലാൻഡ് മാത്രമല്ല, ഭൗമ ഉപരിതലം, അതുപോലെ ഭൗമ അന്തരീക്ഷം, അതുപോലെ ഭൗമ അന്തർഭാഗം, അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും പ്രകൃതി വിഭവങ്ങൾ എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അതിനെ എല്ലാം കൂടെ കൂട്ടിയാണ് ഇവിടെ ഭൂമി എന്ന് പറയുന്ന ഉൽപാദന ഘടകമായിട്ട് കണക്കാക്കുന്നത്. ഇനി നോക്കാം, ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം എന്താണ്? പാട്ടമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം എന്താണ്? പാട്ടമാണ്. നമ്മളോട് ചോദിക്കാം ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം എന്താണ്? അതാണ് പാട്ടം അഥവാ റെന്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. അടുത്ത നോക്കാം, എന്താണ് തൊഴിൽ, ലേബർ എന്ന് നോക്കാം. അതായത് ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ. അതായത് തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപ്പാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് എന്തിനു ഉപയോഗിക്കുന്നത്? ഉൽപ്പാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് സന്ദർശിച്ചാൽ തൊഴിലാളികൾ എന്തിനൊക്കെ അവരുടെ അധ്വാന ശേഷി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അതായത് ചകിരി അനുയോജ്യമാക്കുന്നു, കുറച്ച് പേര് ചകിരി അനുയോജ്യമാക്കുന്നു, ചിലർ നിറങ്ങൾ ചേർക്കുന്നു, അതുപോലെ മറ്റു ചിലർ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു, ചിലർ ഉൽപ്പന്ന വിതരണം ചെയ്യുന്നു. അതൊക്കെയാണ് കൂടുതലായിട്ടും ഈ പറയുന്ന ഒരു കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിൽ അവിടുത്തെ തൊഴിലാളികൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവരവരുടെ അധ്വാനശേഷി ഉപയോഗിക്കുന്ന വിധമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതൊക്കെ നമ്മളത് മനസ്സിലാക്കി വെച്ചാൽ മതി. കാരണം നമ്മൾ പോയിന്റ്സ് മാത്രമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഒരിക്കലും അത് ക്ലിയർ ആവത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് എക്സാമ്പിളും നമ്മളോട് PSC ഇങ്ങനത്തെ എക്സാമ്പിളൊന്നും ചോദിക്കില്ല, നമുക്കറിയാം. എന്നാലും ആ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നത് അതുകൊണ്ടാണ്, നമുക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയാണ്. നമുക്ക് നോക്കാം, തൊഴിൽ അഥവാ ലേബർ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ. അതായത് തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഈ പറയുന്ന ഉൽപ്പാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഇവിടെ തൊഴിലാളികളുടെ കായികവും മാനസികവും അതുപോലെ ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നുണ്ട്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. എന്താണ് തൊഴിൽ? ഈ പറയുന്ന സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു? അവരുടെ കായികവും മാനസികവും അതുപോലെ ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? തൊഴിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്നത്. ഇനി അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നുവെങ്കിൽ മാത്രമേ അത് തൊഴിലാവുന്നുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് തൊഴിലാവുന്നുള്ളൂ. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് വീട്ടിൽ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഉപയോഗിക്കുന്ന അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കാത്തതിനാൽ അത് തൊഴിലായി പരിഗണിക്കാറില്ല. ഇനി തൊഴിലാളി നൽകുന്ന അധ്വാനശേഷിക്കുള്ള പ്രതിഫലം എന്താണ്? കൂലിയാണ്. ഇത് മിക്കപ്പോഴും പണമായിട്ടാണ് ലഭിക്കുന്നത്. പണത്തിന് പകരം സാധനങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായിരിക്കാം. അതായത് ഉദാഹരണമായി ചിലപ്പോൾ തെങ്ങ് കയറ്റത്തിന് പ്രതിഫലമായിട്ട് തേങ്ങ നൽകാറുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചാൽ മതി. നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ടത് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായി അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെ എന്തു പറയുന്നു? തൊഴിൽ എന്ന് പറയുന്നു. അത്രയുമാണ് അവിടെ പഠിച്ചു വെക്കേണ്ട കാര്യം. ഇനി
പിന്നെ അതുപോലെ തന്നെ ഏതൊരു തൊഴിലിനും മനുഷ്യൻ പ്രയോഗിക്കുന്ന എന്താണ്? അവൻ്റെ അധ്വാന ശേഷിയാണ്. ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാന ശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അതിന് എന്ത് സംഭവിക്കും? അത് നഷ്ടമാകും. അതിനാൽ തൊഴിലാളികളുടെ അധ്വാന ശേഷി പിറ്റേ ദിവസത്തേക്കായിട്ട് കരുതി വെക്കാനാവില്ല. അതുപോലെ തൊഴിലാളികളുടെ അധ്വാന ശേഷി വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തോടെയോ മെച്ചപ്പെടുത്താൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചാൽ മതി. അതായത് തൊഴിലാളികളുടെ അധ്വാനശേഷിയുടെ പ്രത്യേകത എന്താണ്? പിറ്റേ ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റത്തില്ല. അത് ഇന്ന് തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നഷ്ടമായി പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം മൂലധനം അഥവാ ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. അതായത് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് മൂലധനം ആവശ്യമാണ്. ഇനി ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ എങ്ങനെ അറിയപ്പെടുന്നു? മൂലധനം എന്നറിയപ്പെടുന്നു. അതായത് ഉൽപാദനത്തിന് ഉപയോഗിക്കാവുന്നതും അതുപോലെ കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് എങ്ങനെ അറിയപ്പെടുന്നത്? മൂലധനം എന്ന് അറിയപ്പെടുന്നത്. അതെന്ന് വെച്ചാൽ ക്യാഷ് മാത്രമല്ല മൂലധനം എന്ന് അറിയപ്പെടുന്നത്. ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ മൂലധനത്തിൽ അഥവാ ക്യാപിറ്റലിൽ ഉൾപ്പെടും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കൾ എങ്ങനെ അറിയപ്പെടുന്നു? മൂലധനം എന്നറിയപ്പെടുന്നു. ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, അതുപോലെ വാഹനങ്ങൾ, അതുപോലെ കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവയൊക്കെ ഈ പറയുന്ന മൂലധനത്തിൽ അഥവാ ക്യാപിറ്റലിൽ ഉൾപ്പെടും. അതാണ് പറഞ്ഞിട്ടുള്ളത് മൂലധനത്തെ പറ്റി. ഇനി മൂലധനത്തിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. അതായത് മൂലധനമാണ് മറ്റ് എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നത്. മൂലധനം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ മൂലധനം ചലനാത്മകമാണ്. എന്താണ്? മൂലധനം ചലനാത്മകമാണ്. ഇനി എല്ലാ ഉൽപാദന ഘടകങ്ങളെ പോലും മൂലധനത്തിന് പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ്? പലിശയാണ്. എന്താണ്? മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ്? പലിശയാണ്. നമ്മളിപ്പോൾ ഓരോ ഉൽപാദന ഘടകങ്ങളായിട്ട് പറഞ്ഞു. ഭൂമിക്ക് റെൻ്റ് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പാട്ടമാണെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ തൊഴിലാളികൾക്ക് കൂലിയാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ പറയുന്ന മൂലധനത്തിൻ്റെ പ്രതിഫലം എന്താണ്? അത് പലിശയാണ്. മൂലധനത്തിൻ്റെ പ്രതിഫലം എന്താണ്? പലിശയാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് വിജ്ഞാന മൂലധനം അഥവാ നോളജ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. നാം ഇന്ന് ജീവിക്കുന്നത് വിജ്ഞാന സമൂഹത്തിലാണ്. വിവരസാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപാദനത്തിൽ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. വിജ്ഞാന മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായിട്ട് നടക്കുന്നത്. അതായത് അറിവ്, അതാണ് ഈ വിജ്ഞാന മൂലധനം എന്ന് പറയുന്നത്. അത് ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായിട്ട് നടക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അതായത് നോളജ് ക്യാപിറ്റൽ ആണ് എന്ത്? വിജ്ഞാന മൂലധനം. ഇനി നോക്കാം സംഘാടനം അഥവാ ഓർഗനൈസേഷൻ. അതായത് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. എന്താണ് സംഘാടനം? നമ്മൾ നേരത്തെ മുൻപേ പറഞ്ഞ ഉൽപാദന ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഭൂമി ഉണ്ടായിരുന്നു, മൂലധനം ഉണ്ടായിരുന്നു, തൊഴിലുണ്ടായിരുന്നു. ഇവയൊക്കെ കൂട്ടിയോജിപ്പിക്കലാണ് ഈ സംഘാടനം അഥവാ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം, അഥവാ അതാണ് അതിൻ്റെ ജോലി. സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ അഥവാ സംരംഭകൻ എന്ന് അറിയപ്പെടുന്നു. ഈ സംഘാടനം നടത്തുന്ന വ്യക്തിയാണ് ഇങ്ങനെ സംഘാടകൻ അഥവാ സംരംഭകൻ എന്ന് അറിയപ്പെടുന്നത്. അതായത് ഭൂമി, തൊഴിൽ, മൂലധനം ഇതിനെ മൂന്നിനെയും കൂടെ സംഘടിപ്പിച്ച് എന്ത് ചെയ്യുന്നു? ഉൽപാദനം നടത്തി ഉൽപ്പന്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഒരു മാപ്പ് ഒന്ന് ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഈ ഫ്ലോ ചാർട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒരു ഉൽപാദന ഘടകം എന്ന നിലയിൽ സംഘാടനത്തിനുള്ള പ്രതിഫലം എന്താണ്? ലാഭമാണ്. എന്താണ്? സംഘാടനത്തിനുള്ള പ്രതിഫലം എന്താണ്? ലാഭമാണ്. അത് ഓർത്ത് വയ്ക്കുക. നേരത്തെ നമ്മൾ ഓരോന്നിൻ്റെ പ്രതിഫലം കണ്ടുപോയായിരുന്നു. അതുപോലെ സംഘാടനത്തിനുള്ള പ്രതിഫലം എന്താണ്? ലാഭമാണ്. അതായത് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, അതുപോലെ തൊഴിൽ, അതുപോലെ മൂലധനം ഇവയെ മൂന്നിനെയും കൂടി കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് സംഘാടനം എന്ന് പറയുന്നത്. അതായത് ഭൂമി, തൊഴിൽ, മൂലധനം ഇവയെ മൂന്നിനെയും കൂടി കൂട്ടിയോജിപ്പിക്കുന്നതിന് സംഘാടനം എന്ന് പറയുന്നു. ആ ഒരു വ്യക്തിയാണ് സംഘാടകൻ അഥവാ സംരംഭകൻ എന്ന് അറിയപ്പെടുന്നത്. ഒരു ഉൽപാദന ഘടകം എന്ന നിലയിൽ സംഘാടനത്തിനുള്ള പ്രതിഫലം എന്താണ്? അത് ലാഭമാണ്. എടുത്തു നോക്കാം. ഇനി ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉൽപാദനവും അതുവഴി ഉൽപ്പന്നവും രൂപപ്പെടും.
വ്യക്തികളുടെ ആവശ്യ പൂർത്തീകരണത്തിന് ഉൽപ്പന്നങ്ങൾ അനിവാര്യമാകുന്നതിനാൽ ഉൽപാദനം എന്ന പ്രക്രിയ നിരന്തരമാകുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വ്യക്തികളുടെ ആവശ്യ പൂർത്തീകരണത്തിന് ഉൽപ്പന്നങ്ങൾ അനിവാര്യമാകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഉൽപാദനം എന്ന പ്രക്രിയ നിരന്തരമാകുന്നു. ഉൽപാദനം എന്നതൊരു സാമ്പത്തിക പ്രവർത്തനവും നിരന്തരമായി തുടരുന്ന ഒരു പ്രക്രിയയുമാണ്. ഈ പ്രക്രിയ എങ്ങനെയാണ് നിരന്തരമാകുന്നത് നോക്കാം. അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹമാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് പറഞ്ഞിരിക്കുന്നു. അതിപ്പോൾ നമ്മളിവിടെ നോക്കുക. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് ഇത് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. അതായത് ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപ്പാദക യൂണിറ്റും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റുമാണ്. അത് നോക്കുക, ഉൽപ്പാദന യൂണിറ്റാണ് എന്ത് ചെയ്യുന്നത്? ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ആരാണ്? ഗാർഹിക യൂണിറ്റാണ്. ഇനി മനുഷ്യൻ ആവശ്യ പൂർത്തീകരണത്തിനായിട്ടാണ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഏറെയാണ്. ഈ ഒരു ആവശ്യം നിറവേറ്റുമ്പോൾ പുതിയ ആവശ്യമുണ്ടാവും. ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ലഭ്യമായിട്ട് വരും. അപ്പോൾ അവ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പ്രക്രിയ തുടർച്ചയായി സംഭവിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഉൽപ്പാദന യൂണിറ്റ് ഈ പറയുന്ന സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു. അത് ഗാർഹിക യൂണിറ്റ് ഉപയോഗിക്കുന്നു. അങ്ങനെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള വില നൽകുന്നു. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഗാർഹിക യൂണിറ്റാണ് ഈ ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം ഗാർഹിക യൂണിറ്റാണ് നൽകുന്നത്. അത് അത്രയൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മളിവിടെ പഠിച്ചു വയ്ക്കേണ്ടത് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഈ ഉൽപ്പാദന യൂണിറ്റാണ്. അത് ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റാണ്. അതാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നതാരാണ്? ഗാർഹിക യൂണിറ്റാണ്. അതും ആ ഒരു ഫ്ലോ ചാർട്ടിൽ നിന്ന് മനസ്സിലാവും. ഉൽപാദന യൂണിറ്റുകൾക്ക്, അതായത് ഉൽപാദന ഘടകങ്ങളായ ഈ പറയുന്ന ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം ഇവ നൽകുന്നതാരാണ്? ഗാർഹിക യൂണിറ്റാണ്. ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട് പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു. അതായത് ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട് എന്ത് ചെയ്യുന്നു? പാട്ടം, അതായത് ഭൂമിക്കുള്ള പ്രതിഫലം, കൂലി, തൊഴിലിനുള്ള പ്രതിഫലം, അതുപോലെ പലിശ, മൂലധനത്തിനുള്ള പ്രതിഫലം, അതുപോലെ ലാഭം, സംഘാടനത്തിനുള്ള പ്രതിഫലം ഇവയൊക്കെ എന്ത് ചെയ്യുന്നു? ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു. ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. ഇതിന് പ്രതിഫലമായിട്ട് ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റുകൾക്ക് വില, അതായത് പ്രൈസ് പണമായിട്ട് നൽകുന്നു. ഇത്രയാണ് നമ്മുടെ ആ ഫ്ലോ ചാർട്ടിൻ്റെ ഒരു സമ്മറി ആയിട്ട് വരുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മളോട് ചോദിക്കുക, ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ആരാണ്? അത് ഗാർഹിക യൂണിറ്റാണ്. അതുപോലെ ഈ പറയുന്ന ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം ഉൽപാദന യൂണിറ്റ് ആർക്കാണ് നൽകുന്നത്? ഗാർഹിക യൂണിറ്റിനാണ് നൽകുന്നത്. അതുപോലെ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ഓർത്ത് വെക്കേണ്ടത്. അതുപോലെ ഇപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉൽപാദനവും ഉപഭോഗവും നിരന്തരമായി തുടരുന്നതിനാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്തായിരിക്കും? ചാക്രിക ഗതിയിലായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉള്ളത്. ഇതിൽ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത് ഉൽപാദക ഘടകങ്ങളെക്കുറിച്ചാണ്. പിന്നെ അവയുടെ ഈ പറയുന്ന അവയ്ക്ക് കിട്ടുന്ന കൂലി, ലാഭം, അങ്ങനെയുള്ള അവയുടെ പ്രതിഫലവും കൂടെ പഠിച്ചു വെക്കണം. അത് മാറിപ്പോവാതെ പഠിച്ചു വെക്കുക. അതൊക്കെയാണ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ നിങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോസും കണ്ടു നോക്കുക. അതുപോലെ ഡെയിലി നമ്മൾ ഓരോ ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സ്പ്ലനേഷൻ ഇടുന്നുണ്ട്. സിലബസ് ഇനി വരുന്ന എക്സാംസിന് മുമ്പ് മൊത്തം SCERT ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അതുപോലെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ചാപ്റ്ററായിട്ട് കാണാം. താങ്ക് യു.